തോറ്റോടിയ വഹാബിസത്തിന്റെ ഉൾക്കഥകൾ അനാവരണം ചെയ്ത് കേരള മലബാർ ക്ലാസ് റൂമിനു വേണ്ടി പുളിക്കൽ സുന്നി മസ്ജിദിൽ വെച്ച് നൌഷാദ് ഹസനിയുടെ നേതൃത്വത്തിൽ നടന്ന ഓൺലൈൻ ചർച്ച. ഇത് പുളിക്കൽ വഹാബിസത്തെ കൈപിടിച്ച് നടത്തിയ നാട്. പക്ഷേ ഇവിടെയുള്ളവർ ഇപ്പോൾ വഹാബിസത്തെ വെറുക്കുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا مولانا محمد. اللهم عليك توكلنا وإليك أنبنا وإليك المصير. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم إلى حضرة نبينا المصطفى محمد صلى الله عليه وسلم وإلى حضرات ساداتنا البدريين وسائر الشهداء والصالحين. اللهم وإلى أرواح آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات ساداتنا البدريين وسائر علماء أهل السنة والجماعة وأهل الخير كلهم أجمعين. اللهم بحقهم وبجاههم بارك لنا في مجلسنا هذا. اللهم أعز أهل السنة والجماعة وأذل أهل البدعة والضلالة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. യുഎസിലിരുന്ന്, യുകെയിലിരുന്ന്, സൗദിയിലിരുന്ന്, യുഎഇയിലിരുന്ന്, ഒമാനിലിരുന്ന് തുടങ്ങിയ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ഈ പരിപാടി വീക്ഷിക്കുകയും ഈ സംരംഭത്തോട് സദാ സഹകരിക്കുകയും ചെയ്യുന്ന ആയിരക്കണക്കായ വിശ്വാസികളുണ്ട്. അവർക്ക് അല്ലാഹു ഈ രാത്രിയുടെ നാം കൈകാര്യം ചെയ്യുന്ന സുന്നത്തെ ജമാഅത്ത് എന്ന വിഷയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അനുഗ്രഹീത പ്രതിഫലം അവർക്ക് ലഭിക്കുമാറാവട്ടെ. ആമീൻ. ഇന്നത്തെ ഈ ദിവസം ഈ ചർച്ച ആരംഭിക്കുമ്പോൾ അത് പുളിക്കലിൽ നിന്നാവുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞൊരു ദിവസമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്യവും പോറ്റില്യവുമൊക്കെയായ വഹാബിസത്തെ വളർത്തിക്കൊണ്ടുവന്ന പുളിക്കൽ കേരളത്തിൽ ഒന്നുമല്ലാതെ കിടന്ന ഏതോ തെരുവോരത്തിലെ ഓവുചാലിൽ കിടന്നിരുന്നൊരു പ്രസ്ഥാനത്തെ കൈപിടിച്ചു കൊണ്ടുവന്നു കേരളത്തിൽ നവോത്ഥാനത്തിൻ്റെ പേര് പറഞ്ഞ് പ്രവർത്തിക്കാൻ വേരും മണ്ണും വളവും ഒക്കെ നൽകിയ പുളിക്കൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. എനിക്ക് ഈ സമയത്ത് വഹാബിസത്തിന്റെ മൃതിയടഞ്ഞ ഈ ശവശരീരത്തിന്റെ മുകളിൽ കയറി നിന്ന് സംസാരിക്കുമ്പോൾ മുൻഗാമികളായ മഹാന്മാരുടെ പ്രവർത്തനങ്ങളെയാണ് ഓർമ്മ വരുന്നത്. ഈ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യമായി കാണുന്നൊരു പേരുണ്ട്, മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ. ആ മഹാപ്രവനരുടെ മുന്നിലിരുന്നു കൊണ്ടാണ് സംസാരിക്കുന്നെന്ന ബോധ്യത്തോടെ അവിടുന്ന് ചെയ്ത പടയോട്ടങ്ങളുടെ ഫലം ഞങ്ങൾ ഇന്ന് ഈ പുളിക്കലിൽ നിന്ന് കാണുകയാണ്. ഈ പുളിക്കൽ ഹസൻ മുസ്ലിയാർ നടത്തിയ വിപ്ലവത്തിന്റെ ഫലം ഞങ്ങൾ ഇന്നിതാ അനുഭവിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഈ പുളിക്കലെ ഇതേ പ്രദേശത്തു നിന്ന് കേരളത്തിലെ ജിന്നുകളുടെ ദാർശനികനായ അബ്ദുൽ ജബ്ബാർ മൗലവിയുമായി ഫോണിലൊരു സംഭാഷണം നടത്തിയത് നിങ്ങളൊക്കെ കേട്ടതാണ്. ആ സമയത്ത് അദ്ദേഹം ഞങ്ങളോട് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ഈ വിനീതൻ തന്നെ അദ്ദേഹത്തെ അറിയിച്ചിരുന്നു, സംവാദത്തിനുള്ള വ്യവസ്ഥ എഴുതാനാണ്, അതിനുള്ള വ്യവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യാനും സംവാദത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാനുമാണ് ഞങ്ങൾ വരുന്നതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇന്ന് ചെന്നപ്പോഴുണ്ടായ സംഭവങ്ങൾ എന്താണെന്ന് ബഹുമാനപ്പെട്ട അഹ്സനി ഉസ്താദ് ഇവിടെ വിശദീകരിക്കാനുള്ളത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എങ്കിലും അതിൻ്റെ രത്നച്ചുരുക്കം ഞാൻ പറയുകയാണ്. വഹാബി പ്രസ്ഥാനം കേരളത്തിൽ ജമിയത്തിനംഗമായ
ഏറ്റവും പ്രധാന മൗലവിയായ ജബ്ബാർ മൗലവിയിലൂടെ കണ്ടിരുന്ന വഹാബി കേരളം ഇന്ന് പുലരി കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ഇന്നത്തെ സായാഹ്നം അവസാനിക്കുമ്പോൾ ഇന്നത്തെ സായാഹ്നത്തിൽ ജബ്ബാർ മൗലവിയുടെ ദീനരോദനം കേൾക്കേണ്ടി വന്നു. പുളിക്കല ജനങ്ങളെന്ന് പറയേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. നിങ്ങൾക്ക് അപമാനമുണ്ടാവുമെന്നും ഞങ്ങൾക്കറിയാം. തീർച്ചയായും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ഈ വിഷയം കേൾക്കുമ്പോൾ എനിക്കറിയാം, എന്റെ മാന്യ സുഹൃത്തുക്കൾക്കൊപ്പം ഇരുന്ന് ഒരുപാട് സുഹൃത്തുക്കൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും മുജാഹിദ് പ്രവർത്തകർ കേൾക്കുന്നുണ്ടാവും. അവരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിരന്തരം ഞങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, ഒറ്റപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് രക്ഷപ്പെടാം. നിങ്ങളുടെ മൗലവിമാർ രക്ഷപ്പെട്ടിരിക്കുന്നു. സുന്നി പണ്ഡിതരിലെ, ഇളം തലമുറയിലെ യുവ പണ്ഡിതരിലെ ഏറ്റവും പ്രമുഖനായ നൗഷാദ് ഹസനിക്ക് മുന്നിൽ നിന്ന് അവർ ഓടി ഒളിച്ചിരിക്കുന്നു. തൊട്ടു മുമ്പ് ഈ വലിയ മൗലവിയോട് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതാണ്, നൗഷാദ് ഹസനിയെ കണ്ടാൽ നിങ്ങൾ ഓടി ഒളിക്കണമെന്ന്. പക്ഷേ ഇന്നത് സംഭവിച്ചിരിക്കുന്നു. മൗലവി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയായിരുന്നു. ഇന്ന് എനിക്ക് ഓർമ്മ വന്നത്, കുറേ ദിവസം മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് പത്രത്തിലൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അതുപോലുള്ളൊരവസ്ഥ ഇന്ന് പുളിക്കലെ സംവാദത്തിന്റെ ആമുഖമായി ഉണ്ടായിരുന്ന സംവാദ വ്യവസ്ഥയുടെ സദസ്സിൽ ഞങ്ങൾ കണ്ടു. ഞങ്ങൾക്കത് കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക്, പ്രതിപക്ഷ ബഹുമാനം കൊണ്ടായിരുന്നു ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാതിരുന്നത്. ഒരു പ്രസ്ഥാനത്തിന്റെ നായകൻ അപജയത്തിന്റെ ആഴിയിലേക്ക് കാണ്ടുപോകുന്നത് കൺമുന്നിൽ നിന്ന് കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു. അദ്ദേഹത്തെ സഹായിക്കാനെത്തിയിരുന്നത് ജിന്നുകളുടെ ഉപാസകനും ജിന്ന് മാസികയുടെ കൈകാര്യകർത്താവുമായ പ്രമുഖ മുജാഹിദ് നേതാവ് അമീറായിരുന്നു. അദ്ദേഹത്തിന്റെ ആശയത്തെ സ്ഥാപിക്കാൻ കഴിയാത്ത വിധം വഹാബിസം തകർന്നടിഞ്ഞത് ഈ പുളിക്കലെ മണ്ണ് സാക്ഷിയാവുകയായിരുന്നു. ഈ സായാഹ്നം എത്ര അത്ഭുതകരമായ സായാഹ്നമാണ്. ഈ സായാഹ്നത്തിന് എന്തൊക്കെയോ കഥകൾ പറയാനുണ്ട്. പുളിക്കൽ അലവി മൗലവി വന്ന പുളിക്കൽ, ഉമർ മൗലവി വന്ന പുളിക്കൽ, അതുപോലെ സാക്ഷാൽ മുജാഹിദ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്ത് വളർത്തി ഇന്ന് ഗ്രൂപ്പുകളാക്കി പിരിച്ച് തല്ലി തകർത്തിയിട്ട് വഹാബിസത്തിന്റെ അപ്പോസ്തല സ്ഥാനത്ത് കയറിയിരിക്കുന്ന AP അബ്ദുൽ ഖാദർ മൗലവി പോലും ഇന്ന് വൈകുന്നേരം ഞങ്ങളോട് പറഞ്ഞു, ഈ വിഷയത്തിൽ, ജിന്ന് വിഷയത്തിൽ ഞങ്ങളെടുത്തൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം ജിന്ന് ഞങ്ങളുടെ സഹായിയല്ല എന്ന് ഞങ്ങളുടെ സംഘടന തീരുമാനിച്ചിരിക്കുന്നു. സക്കരിയ അടക്കമുള്ള ആളുകൾ, ജബ്ബാർ മൗലവി അടക്കമുള്ള ആളുകൾ, ശംസുദ്ദീൻ പാലത്തടക്കമുള്ള ആളുകൾ, ഡോക്ടർ സുബൈർ അടക്കമുള്ള ആളുകൾ ഇതിനെതിരെ ഇനിയൊരു ശബ്ദം ഉരുവിട്ടാൽ അവർ ഈ സംഘടനയ്ക്ക് പുറത്തായിരിക്കുമെന്ന് പോലും ഞങ്ങൾ കാരണമായി പറയേണ്ടി വന്നത്. പുളിക്കലിലെ ഞങ്ങളുടെ പ്രവർത്തനം പുളിക്കൽ നടന്നപ്പോൾ, സുന്നികളുടെ പ്രവർത്തനം പുളിക്കൽ നടന്നപ്പോൾ, യുവപണ്ഡിതന്മാരുടെ നേതൃനിര ഇടപെട്ടുകൊണ്ടുള്ള ഈ സംവാദത്തിലേക്കുള്ള ശ്രമങ്ങൾ ഉണ്ടായപ്പോ AP അബ്ദുൽ ഖാദർ മൗലവി എന്ന സാക്ഷാൽ കേരളീയ കുബൂരി പ്രസ്ഥാനത്തിന്റെ നേതാവ് പോലും അടങ്ങിയിരിക്കാൻ കഴിയാതെ വിധം വേപതു പൂണ്ട ഈ ദിവസത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തീരാ കഥനത്തിന്റെ കഥയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഈ സായാഹ്നത്തിൽ നടന്ന ചർച്ചകൾ, ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് തന്നെ ജിന്നും മുജാഹിദുകളും പുളിക്കലിൽ നിന്ന് എന്നതാണ്. നല്ലൊരു പേരാണ്. ഞങ്ങളൊരു കാലഘട്ടത്ത് ജിന്ന് വഹാബിസത്തിന് പിടികൂടിയ കാലഘട്ടത്തിൽ, വഹാബിസത്തിലേക്ക് ജിന്ന് ചേക്കേറിയ കാലഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു, ശൈത്താൻ, ജിന്ന്, സിഹർ, വഹാബിസം എന്നൊരു പ്രത്യേക ചേരുവ ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിന്ന് ഈ അടുത്ത കാലങ്ങളിൽ കേരളത്തിലുള്ള ജനങ്ങൾ കണ്ടതാണ്. നാം ഒരുപാട് പ്രാവശ്യം അത് വായിച്ചതാണ്, അറിഞ്ഞതാണ്. വഹാബിസത്തിന്റെ സംരക്ഷകരായി കേരളത്തിലെ ജനങ്ങളാരും വഹാബിസത്തെ സംരക്ഷിക്കില്ലെന്ന് കണ്ടപ്പോൾ കേരളത്തിലെ വഹാബി അപ്പോസ്തലന്മാർ കണ്ടുപിടിച്ചതാണ് ഒരുപാട് ജിന്നുകളുടെ സഹായം. ഒരുപാട് ജിന്നുകളുടെ പേര് കേട്ടിരുന്നു. എൽത്തീനും തൽത്തീനും ഒക്കെ ആയ ജിന്നുകൾ ഇവിടെ ഉണ്ടായിരുന്നു മുജാഹിദുകൾക്ക്. പാലത്തും ഡോക്ടറും ഒക്കെ ജിന്നുകളിൽ ഉണ്ടായിരുന്നു. ആ ജിന്നുകളൊന്നും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ രക്ഷയ്ക്ക് ഇന്നെത്തിയില്ല എന്ന് പറയേണ്ടി വന്നു എന്നൊരവസ്ഥ, അങ്ങനെയുള്ള ഒരു ദുഃഖകരമായ അവസ്ഥ ഇന്നുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് മുജാഹിദ് നേതാക്കളോട് ഞങ്ങൾക്ക് ഉണർത്താനുള്ളത്, ഇവിടെ ഞങ്ങളിതാ വഹാബിസത്തിന്റെ കബറടക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഹാബിസത്തെ പുളിക്കലുടെ മണ്ണിൽ തന്നെ ഞങ്ങൾ കബറടക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വെച്ച് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ ഞങ്ങൾ വഹാബിസവുമായി വീണ്ടും ഇടപെടുകയാണ്. വഹാബിസത്തോട്, ശിർക്ക് പ്രചരിപ്പിക്കുന്ന വഹാബിസത്തോട്. ഇന്ന് വരെ അവർ പറഞ്ഞിരുന്നത് മക്കാ മുശ്രിക്കുകളും സുന്നികളും തമ്മിലുള്ള ബന്ധമായിരുന്നു ആരോപണമായി കൊണ്ടുവന്നിരുന്നത്. ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. വഹാബിസം മക്കാ മുശ്രിക്കുകളുടെ കയ്യും പിടിച്ച് മുജാഹിദ് സെന്ററിലേക്ക് കയ്യും പിടിച്ച് നടന്നെടുക്കുകയാണ്.
ഹുസൈൻ സലഫി ഒരു ഭാഗത്ത് കൈപിടിച്ചുണ്ട്, ജബ്ബാർ മൗലവി മറുഭാഗത്തൂടെ കൈയും പിടിച്ചു പോകുന്നുണ്ട്. ഇങ്ങനെ മക്കാ മുശ്രിക്കുകളെ പോലും കൂട്ടുപിടിക്കുന്ന രൂപത്തിലേക്ക് വഹാബിസം അധപ്പതിച്ചു പോയതിന്റെ കഥകൾ ഇവിടെ അനാവരണം ചെയ്യപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ വഹാബിസത്തിന്റെ നേതാക്കൾക്ക് കൂടി ഈ ചർച്ചയിൽ അണിനിരക്കാവുന്നതാണ്, വരാവുന്നതാണ്. ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്, നിങ്ങൾക്ക് ഞങ്ങളുടെ പണ്ഡിതന്മാർ നിങ്ങളോട് വെല്ലുവിളിക്കുന്നില്ലേ? നിങ്ങളെ ഒരുപാട് പ്രാവശ്യം ഞങ്ങളുടെ യുവ പണ്ഡിതന്മാർ വെല്ലുവിളിച്ചില്ലേ? ഹനീഫയെ മലർത്തി കിടത്തി ആദർശത്തിന്റെ അവസാനം കഴിച്ചു കൊടുത്ത ഞങ്ങളുടെ അഹ്സനിമാർ ഒരുപാട് പ്രാവശ്യം നിങ്ങളെ വെല്ലുവിളിച്ചില്ലേ? സക്കാഫിമാർ ഒരുപാട് പ്രാവശ്യം വെല്ലുവിളിച്ചില്ലേ? അവരോട് ഏറ്റുമുട്ടാൻ കഴിയാതെ ഈ ഒരു സാധാരണ പ്രവർത്തകന്റെ പേരെടുത്തു പറയേണ്ട ഗതികേട് വഹാബി പ്രസ്ഥാനത്തിന് വന്നുവെങ്കിൽ ഈ പ്രസ്ഥാനം അവസാനിച്ചു എന്നതിന്റെ തെളിവാണിത്. ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ നിലനിൽക്കാൻ ഞങ്ങൾക്ക് ഇനി കഴിയില്ലെന്ന് തെളിയിച്ചു എന്നതിന്റെ തെളിവാണിത്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ഇനി ബൈലക്സിലൂടെയോ മറ്റേതെങ്കിലും വിധത്തിൽ ക്ലാസ് റൂമിൽ ഇടപെടുമ്പോൾ സ്വന്തം പേര് വെളിപ്പെടുത്തുക, മറ്റുള്ളവരുടെ പേര് എടുത്തിടാതിരിക്കുക. അങ്ങനെ നിങ്ങൾ എന്റെ പേരെടുത്തിട്ട് വീണ്ടും മുജാഹിദ് പ്രസ്ഥാനത്തിന് ഞെളിഞ്ഞു നടക്കാനുള്ള മോഹമുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ നേതാക്കൾ ഇതുപോലെ കളിച്ചതിന്റെ പ്രതിഫലനമാണ് പുളിക്കൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വഹാബി പ്രസ്ഥാനത്തിന്റെ ലോകതലത്തിലുള്ള നേതാക്കളെ തന്നെ ഞങ്ങൾ ഇതുപോലെ മുന്നിൽ കൊണ്ടുവന്ന് റാവരപ്പിക്കുന്നൊരവസ്ഥയുണ്ടാകും. ഓർമ്മിക്കുക മുജാഹിദുകളെ, ലോക സലഫികളെയാണ് ഞങ്ങൾ ഇത് ഉണർത്തുന്നത്. ലോക സലഫികളുടെ തലപ്പത്തിരിക്കുന്ന ഹുസൈൻ സലഫിയാണ് ഞങ്ങൾ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഹുസൈൻ സലഫിയുമായി ഫോണിൽ സംസാരിച്ചതാണ്. അദ്ദേഹം എന്താണെന്നും എങ്ങനെയാണെന്നും അന്ന് ജനങ്ങൾ കണ്ടതും കേട്ടതുമാണ്. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഓർമ്മിപ്പിക്കാനുള്ളത്, ഇന്നിവിടെ നടക്കുന്ന ജിന്നും മുജാഹിദും പുളിക്കലിൽ നിന്ന് എന്ന ചർച്ചയിൽ നിങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ്. നിങ്ങളുടെ ജബ്ബാർ മൗലവി ഒഴിവാക്കി പോയി. അദ്ദേഹം വിറങ്ങലിച്ച് നിൽക്കുകയായിരുന്നു ഞങ്ങളുടെ മുന്നിൽ. അദ്ദേഹം എഴുന്നേറ്റ് കസേരയിൽ ഇരിക്കാൻ കഴിയാതെ ഓടുകയായിരുന്നു പല ഭാഗത്തേക്കും. വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് മുന്നിലേക്ക് ആ വീഡിയോ ഞങ്ങൾ എത്തിക്കും. നിങ്ങൾ വീഡിയോ പിടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞെങ്കിലും ആ രംഗം ഞങ്ങൾക്ക് പിടിക്കാൻ അല്ലാഹു അവസരമൊരുക്കി തന്നു. അതുകൊണ്ട് തന്നെ ആ രംഗം ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. നിങ്ങളുടെ ശബ്ദലേഖനം മുഴുവനായും ഞങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ സംസാരിച്ചത് മുഴുവനും ഞങ്ങളുടെ കയ്യിലുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പുറത്തു കൊണ്ടുവരും എന്ന് മുജാഹിദിന്റെ ആളുകൾ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ജബ്ബാർ മൗലവി ഒഴിഞ്ഞുപോയ കസേരയിലേക്ക്, അതുപോലെ മുജാഹിദിന്റെ മുനീർ മൗലവി ഒഴിഞ്ഞുപോയ കസേരയിലേക്ക്, ജിന്നുകളുടെ പ്രയോക്താവും ജിന്നുകളുടെ ഏറ്റവും അടുത്ത തോയനുമായ സക്കരിയ സലാഹി ഒഴിഞ്ഞുപോയ കസേരയിലേക്ക് ഏതെങ്കിലും മുജാഹിദുകൾ ഉണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണെന്ന് ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ രാവിലെ വരെ എവിടെ ഇരിക്കാൻ തയ്യാറാണ്. ബൈലക്സിൽ സാധാരണ നടക്കുന്ന ചർച്ചകൾ പോലെ, ക്ലാസ് റൂമിൽ സാധാരണ നടക്കുന്ന ചർച്ചകൾ പോലെ, മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നടക്കുന്ന ചർച്ചകളെ പോലെ രാവിലെ വരെ ഞങ്ങൾ ഉസ്താദുമാർ ഇരുന്നു തരും. നിങ്ങൾ ചോദ്യം ചോദിക്കാൻ തന്റെ ഇടമുള്ളവരായി വരികയാണെങ്കിൽ അതുകൂടി ഞങ്ങൾ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നൗഷാദ് ഹസനി ഉസ്താദ് തന്നെയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക്, ഈ സദസ്സിലേക്ക്, ആഗോള വഹാബിസത്തിന്റെ അവസാനത്തെ രാത്രിയിൽ അവർക്ക് അവരുടെ ജിന്നിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ ഹാർദവമായി ഉസ്താദിനെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഞങ്ങളോട് സഹകരിക്കുന്ന പുളിക്കല മാന്യ മുസ്ലിങ്ങൾ, ഇവിടെയുള്ള മുജാഹിദുകളല്ലാത്ത മുസ്ലിങ്ങളെല്ലാവരും ഈ വിഷയത്തിൽ പൂർണ്ണമായി ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങൾ ഉണർത്തുന്നു, പുളിക്കലിലെ ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ, ഞങ്ങളുടെ തേരോട്ടത്തിന്റെ അവസാനമല്ല ഇത്, തുടക്കമാണെന്ന് കൂടി അവരറിയേണ്ടതുണ്ട്. ഇവിടെ മുജാഹിദ് നേതാക്കൾ അടയിരിക്കുന്ന കോളേജുണ്ട്, മുജാഹിദ് നേതാക്കൾ അടയിരിക്കുന്ന മറ്റു പല കേന്ദ്രങ്ങളുമുണ്ട്. അവിടെയെല്ലാം ആളനക്കമില്ലാതാവുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആ നിലയിലേക്ക് വഹാബിസത്തെ കെട്ടിച്ച് മാത്രമേ കാന്തപുരം ഉസ്താദും താജുൽ ഉലമയും നേതൃത്വം നൽകുന്ന ഈ പ്രസ്ഥാനത്തിന്റെ യുവപ്രവർത്തകർ അടങ്ങിയിരിക്കൂ എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. തൊട്ടടുത്ത കൊട്ടപ്പുറത്തെ സാക്ഷി നിർത്തി ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഞങ്ങളുടെ ഖമറുൽ ഉലമയുടെ കൈപിടിച്ച് വളർന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ നേതാവ് ഖമറുൽ ഉലമയുടെ ഓരം പറ്റി ജീവിച്ചവരാണ് ഞങ്ങൾ. അവരിൽ നിന്നാണ് ഞങ്ങൾ ഈ മാനിക ആവേശം ഉൾക്കൊണ്ടത്. അതുകൊണ്ട് വഹാബിസത്തെ, കൊട്ടപ്പുറത്തിന്റെ കട്ടപ്പാടങ്ങളെ നിരപ്പാക്കും വിധം വഹാബിസത്തെയും നിരപ്പാക്കിയ കാന്തപുരം ഉസ്താദിന്റെ അനുയായികൾ തുറന്നു പറയും, ഇനി ഈ മണ്ണിൽ വഹാബിസത്തിന് വളക്കൂറുണ്ടാവില്ലെന്നത് തീർച്ചയാണ്. ഞങ്ങൾ അതിന് സാക്ഷികളാവാൻ പോവുകയാണ്, ലോകം അതിന് സാക്ഷികളാവാൻ പോവുകയാണ്.
അതുകൊണ്ട് ഈ ചർച്ചയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. പുളിക്കലെ ജനങ്ങൾക്ക് ഇടപെടാൻ അവസരമുണ്ട്, നമ്മുടെ പ്രവർത്തകർക്ക് ഇടപെടാൻ അവസരമുണ്ട്, വിദേശത്തുള്ള പ്രവർത്തകർക്ക് അവസരമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ നമുക്ക് വിശിഷ്ടാതിഥിയായി മറ്റൊരു സുഹൃത്തു കൂടിയുണ്ട്. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ കേരളത്തിലെ ഹസനി ഉസ്താദിന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന കാലത്ത് മുജാഹിദിന്റെ നേതാക്കളെ, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഹദീസ് രംഗത്ത് പ്രഗത്ഭനായ പണ്ഡിതനെ പിടിച്ചു കെട്ടാൻ ഒരു സംവാദത്തിന് നേതൃത്വം നൽകിയ ഒരു മരുന്നു കച്ചവടക്കാരനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നൗഷാദ് ഹസനി ഉസ്താദ് മദ്രസ അധ്യാപകനായി ജോലി ചെയ്യുന്ന സമയത്ത് അന്ന് അദ്ദേഹത്തോടൊപ്പം സഹകരിച്ച നമ്മുടെ പ്രിയപ്പെട്ട ആ സുഹൃത്ത് ഈ സദസ്സിലെ മുഖ്യാതിഥിയാണ്. അദ്ദേഹവും വഹാബിസത്തെ പിടിച്ചു കെട്ടുന്ന ഈ സദസ്സിൽ നമ്മോടൊപ്പമുണ്ട്. ആരാണ് അദ്ദേഹം എന്ന് ഞാൻ ഒന്നുകൂടി അറിയിക്കുകയാണ്. ഇന്ന് നമ്മെ ഭയന്നോടിയ മുജാഹിദ് മൗലവി ഉണ്ടല്ലോ, ജബ്ബാർ മൗലവി, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദര പുത്രനാണ്, മറ്റാരുമല്ല. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുപാട് പ്രത്യേകതയുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം ഈ വിഷയത്തിൽ മുജാഹിദുകളോട് ഇടപെടാൻ വേണ്ടി ഈ സദസ്സിലുണ്ട്. അതുപോലെ ഉസ്താദുമാരുണ്ട്, നമ്മുടെ ഈ പ്രദേശത്തിന്റെയും മറ്റു കാര്യങ്ങളിലുമൊക്കെ ഇടപെടുന്ന സക്കാഫി ഉസ്താദുമാരുണ്ട്. അവരെയൊക്കെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ഇവിടെ ഒരുപാട് മാന്യ വ്യക്തിത്വങ്ങളുണ്ട്. പുളിക്കല സുന്നി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉബറാക്കളുണ്ട്. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനത്തിന് നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാർക്ക് ദീർഘായുസ് നൽകുമാറാവട്ടെ, നമ്മുടെ നേതാക്കൾക്ക് ദീർഘായുസ് നൽകുമാറാവട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വേദിയിൽ ഈ ചർച്ച ഇവിടെ ആരംഭിക്കുകയാണ്. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ ലോകത്തുള്ള സലഫികളടക്കമുള്ള സർവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ നൗഷാദ് ഹസനി ഉസ്താദിനെ വിഷയം അവതരിപ്പിക്കാൻ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു നുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. وأنه كان رجال من الإنس يعوذون برجال من الجن فزادوهم رهقا. صدق الله مولانا العظيم. الدعاء هو العبادة. شفيعنا وحبيبنا محمد رسول الله صلى الله عليه وسلم. ആദരണീയരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട ഉമറാക്കൾ, ഈ പ്രദേശത്തെ കാരണവന്മാർ, എൻ്റെ പ്രിയപ്പെട്ട സുന്നി പ്രവർത്തകർ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഈ പരിപാടിയിൽ ഇടപെടാനും ശ്രദ്ധിക്കാനും വേണ്ടി കാത്തിരിക്കുന്ന മറ്റു രാഷ്ട്രങ്ങളിലും പ്രദേശങ്ങളിലുമുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ അവൻ്റെ പൊരുത്തത്തിലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സബബായി അള്ളാഹു നമുക്ക് ഇത് ഖബൂൽ ചെയ്ത് തരുമാറാകട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ നമ്മുടെ നെറ്റ് സുഹൃത്തുക്കൾക്ക് വേണ്ടി പലപ്പോഴും ക്ലാസ് എടുക്കാറുണ്ട്, മുഖാമുഖങ്ങൾ ഇന്റർനെറ്റ് വഴി നടത്താറുണ്ട്. മുജാഹിദ് സുഹൃത്തുക്കൾ പലപ്പോഴും ഇടപെട്ട് സംസാരിക്കലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ സദസ്സിനു മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ മഹത്തായ വിഷയത്തിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും, അമേരിക്കയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ ആവശ്യമായ രൂപത്തിൽ ഇടപെടാൻ മുജാഹിദ് സുഹൃത്തുക്കളും കേൾക്കുന്നുണ്ടാകും എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ ആവശ്യ സമയത്ത് ഇടപെടണമെന്ന് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് ഇവിടെ എന്തുകൊണ്ട് പുളിക്കലിൽ നിന്ന് മുജാഹിദ് ജിന്നി എന്ന വിഷയം അവതരിപ്പിക്കുമ്പോൾ ജബ്ബാർ മൗലവിയും കൂട്ടരും എന്തുകൊണ്ട് സംവാദത്തിൽ നിന്ന് ഒളിച്ചോടി എന്ന വിഷയം ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ഈ വിഷയം കേരളത്തിൽ
എല്ലാ സ്ഥലങ്ങളിലും അല്ല, ലോകത്തിന്റെ സർവ മേഖലകളിലും ഇൻഷാ അല്ലാഹ് ഈ ശബ്ദമെത്തിക്കാൻ ഞങ്ങൾ ഇവിടെ പ്രതിജ്ഞയെടുക്കുന്നു എന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് പറയാനുള്ള കാരണം, ജിന്ന് എന്ന വിഷയം മുജാഹിദ് പ്രസ്ഥാനത്തെ ഏറ്റവും വലിയ വിവാദങ്ങളുടെ വലയിൽ കുടുക്കി എന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ പ്രസംഗത്തിൽ മുനീർ മദനി പുളിക്കലിൽ വെച്ച് പറഞ്ഞത്, മുജാഹിദുകളുടെ വിഷയത്തിൽ ജിന്നിന് മാർക്കറ്റ് കുറഞ്ഞു എന്നാണ്. എന്നാൽ ജിന്നുകൾക്ക് മാർക്കറ്റ് കൂടി എന്നതാണ് ഇന്നത്തെ ഈ സംഭവ വികാസങ്ങൾ അറിയിക്കുന്നത്. പുളിക്കൽ അങ്ങാടിയെ പിടിച്ചുകുലുക്കുന്ന നമ്മുടെ മഹത്തായ പ്രകടനവും പ്രസംഗവുമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായി നമ്മുടെ വിഷയങ്ങളിലേക്ക് വരികയാണ്. നമുക്കറിയാം, നേരത്തെ സുഹൃത്ത് രാമന്തലി ഓർമ്മപ്പെടുത്തിയതുപോലെ ധാരാളം വിപ്ലവങ്ങളും ഇതിഹാസങ്ങളും രചിച്ച നാടാണ് നമ്മുടെ നാട്. മുജാഹിദ് പ്രസ്ഥാനമല്ല ഇവിടെ യഥാർത്ഥത്തിലുള്ളത്. വളരെ കാലം മുതൽക്ക് തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ തറവാടാണ് പുളിക്കൽ എന്ന് പറയും. ഇൻഷാ അല്ലാഹ് അതിന്റെ ഇടയിൽ ചില ആളുകൾ നുഴഞ്ഞു കയറാനുള്ള ശ്രമം നടത്തിയപ്പോ അതിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആ ശ്രമം പൂർത്തിയാക്കി ഇത് പഴയകാല അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കുന്നത് വരെ നമ്മുടെ ശ്രമം എല്ലാ സ്ഥലത്തും എന്ന പോലെ ഇവിടെയും നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അക്കൂട്ടത്തിൽ ഈ അടുത്ത് ഖണ്ഡന പ്രസംഗങ്ങളുടെ ഒരുപാട് ശബ്ദങ്ങൾ പുളിക്കൽ കേട്ടതാണ്. ഏറ്റവും ഒടുവിലുണ്ടായ സംഭവവികാസം മാത്രമേ ഇപ്പോൾ ഞാൻ പറയുന്നുള്ളൂ. ബഹുമാനപ്പെട്ട ഇ.കെ. ഹസൻ മുസ്ലിയാർ, അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ എന്നത്തെയും നേതാവായ ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് അടക്കമുള്ള മഹോന്നതരായ പണ്ഡിതന്മാരുടെ വാദപ്രതിവാദങ്ങളും അതുപോലെ ഖണ്ഡന പ്രസംഗങ്ങളും വിശദീകരണങ്ങളും ഒക്കെ നാം ഒരുപാട് ശ്രദ്ധിച്ചവരാണ്. അതിൽ നിന്നെല്ലാമാണ് നാം ഈ നിലയിൽ എത്തിപ്പെട്ടത്. അവർക്ക് വേണ്ടി നാം ദുആ ചെയ്യണം. അവരുടെ നേതൃത്വത്തിന്റെ കീഴിലായി അച്ചടക്കത്തോടെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. 7 ഖണ്ഡനങ്ങൾ നടന്നപ്പോൾ കൃത്യമായ 4 വിഷയങ്ങളാണ് നാം അതിൽ ചർച്ച ചെയ്തിരുന്നത്. ഞാൻ വിശദീകരിക്കണ്ട, ഇപ്പൊ ഏതാനും ക്ലിപ്പ് നമ്മൾ വെക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ ജബ്ബാർ മൗലവിയുടെ ആ ഉലാത്തലും അതുപോലെ ഇടപെടലും ഒക്കെ ഇൻഷാ അല്ലാഹ് ആവശ്യമായി വരുമ്പോ പുളിക്കലിൽ തന്നെ അതിന്റെ ക്ലിപ്പുകൾ വരുമെന്ന് ഇപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയൊരു പ്രസംഗം നടക്കുകയാണെങ്കിൽ ജിന്ന് എന്താണെന്ന് ക്ലിപ്പിലൂടെ ആ പ്രസംഗത്തിൽ ഇൻഷാ അല്ലാഹ് കാണിക്കാൻ ഞാൻ ഒഴിച്ചു വെച്ച ഒരുപാട് സംഗതികൾ ഉണ്ടായിരുന്നു. അതിപ്പോ ജിന്ന് ഏതായാലും നമ്മുടെ വലയിൽ കുടുങ്ങിയത് കൊണ്ട് ഇനി അത് തീരുമാനമാക്കിയിട്ടേ പോകും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് 4 വിഷയങ്ങൾ. 4ഉം നിങ്ങൾക്കറിയാം. 1, മുജാഹിദ് പ്രസ്ഥാനത്തിന് അള്ളാഹുവിനെ മനസ്സിലായില്ല, അത് നമ്മൾ സമർത്ഥിച്ചു. 2, പ്രാർത്ഥന എന്ത് എന്ന് മനസ്സിലായില്ല, അതും പറഞ്ഞു. 3ാമതായി നമ്മൾ പറഞ്ഞിരുന്നത് ജിന്നുമായി ബന്ധപ്പെട്ട വിഷയമാണ്. 4ാമതായി നമ്മുടെ ലൈൻ ഖാമ അലാ ഖബ്രി എന്ന ഹദീസും. ഈ 4 വിഷയങ്ങളാണ് നമ്മുടെ ഖണ്ഡനത്തിൽ കാര്യമായി കടന്നു വന്നത്. മൗലവി അതിൽ നിന്ന് പിന്നെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി വല്ലപ്പുഴയും അതുപോലെ പലതും എടുത്തിട്ടെങ്കിലും അതെല്ലാം അതിനാവശ്യമായ രൂപത്തിൽ പ്രതികരിച്ചപ്പോൾ ഒടുവിൽ അതെല്ലാം പൂട്ടി നമ്മുടെ ജിന്നിനെ കുറിച്ച് പ്രതികരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടായി. ആ സമയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് വിശദീകരിക്കുന്നു. ലോകത്തെ എല്ലാ ഭാഗത്തും ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഈ വിഷയം മറ്റുള്ളവരും ശ്രദ്ധിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വാദപ്രതിവാദത്തിലേക്ക് എത്തി എന്നതാണ് ഞാൻ പറയുന്നത്. ഇത് കണ്ടോ നിങ്ങൾ, മുനീർ മദനി മറുപടി പറയുമോ? മുനീർ മദനിയാണ് നമ്മുടെ ഇവിടെ ഖണ്ഡനത്തിൽ അപ്പുറത്തുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് തന്നെ മുകളിൽ വന്നത്, ബറക്കത്തിന് വേണ്ടിയല്ല എന്നർത്ഥം. അപ്പോ മുനീർ മദനി മറുപടി പറയുമോ എന്ന പേരിൽ 22 ചോദ്യങ്ങൾ നാം കൊടുത്തു. അതിൽ പ്രസക്തമായ 2-3 ചോദ്യങ്ങൾ, എല്ലാം പ്രസക്തം തന്നെ. പക്ഷെ മുജാഹിദിന്റെ തൗഹീദ് കലക്കുന്ന, ഇസ്ലാമിന്റെ തൗഹീദ് അല്ല, അത് കലങ്ങൂല, ഒന്നുമില്ല. മുജാഹിദ് നിർമ്മിച്ചുണ്ടാക്കിയ തൗഹീദിന്റെ ഉള്ളു കലക്കുന്ന ചോദ്യങ്ങൾ എന്തായിരുന്നു? അത് ഞാനൊന്ന് വായിക്കാം കേട്ടോ. 7ാമത്തെ ചോദ്യം, ജിന്നിനോട് സഹായം ചോദിക്കൽ ശിർക്കാണോ? 8, ജിന്നിനോടുള്ള സഹായത്തേട്ടം ഭൗതികമോ അഭൗതികമോ? 9, മറഞ്ഞു നിൽക്കുന്ന ജിന്നുണ്ടെന്ന് കരുതി സഹായം ചോദിക്കൽ ശിർക്കല്ലെന്ന് സക്കരിയ സ്വലാഹി എന്തു പറയുന്നു?
10 മക്കാ മുശ്രിക്കുകൾ ജിന്നിനെ വിളിച്ചിരുന്നത് ശിർക്കാണെന്ന് ഇമാം ഖുർത്തുബി പറയുന്നു. സൂറത്തു ജിന്ന്. മുജാഹിദ് വിളിച്ചാൽ തൗഹീദ്, മക്കാ മുശ്രിക്ക് വിളിച്ചാൽ ശിർക്ക്. എന്താണ് വ്യത്യാസം? ഇങ്ങനെ ജിന്നുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നാം പുളിക്കലങ്ങാടിയിലും മറ്റുമൊക്കെ എല്ലാ സ്ഥലത്തും കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞാൽ കുടുങ്ങുമെന്ന് ആർക്കറിയാം? മുനീർ മദനിക്കറിയാം. കാരണം എന്താ? രണ്ടാലൊന്നു പറയണ്ടേ. ജിന്നിനോട് സഹായം തേടൽ ശിർക്കാണോ ശിർക്കല്ലേ? ആണ് എന്ന് പറഞ്ഞാൽ അപ്പോ സക്കരിയ സ്വലാഹിയും ജബ്ബാർ മൗലവിയെയും ഒക്കെ പ്രകോപിപ്പിക്കേണ്ടി വരും. കാരണം അവരത് അല്ല എന്ന് പറയുന്ന ടീമാണ്. അപ്പൊ ഇനി ശിർക്കല്ല എന്ന് പറഞ്ഞാലോ? ശിർക്കല്ല എന്ന് പറഞ്ഞാൽ അവിടെയും കുഴപ്പം. കാരണം എന്താണ്? ശിർക്കാണ് എന്ന് പറഞ്ഞ് ഇവരെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ഇനിയോ ശിർക്കാണ് എന്ന് പറഞ്ഞാലോ? രണ്ട് പറഞ്ഞാലും കുഴപ്പം. കാരണം മുജാഹിദ് പ്രസ്ഥാനം തന്നെ ഈ വിഷയത്തിൽ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. അതുകൊണ്ട് മുനീർ മദനി തൽക്കാലം മാറി നിന്ന് അതിൽ നിന്ന് മറുപടി പറയാൻ കഴിയാതെ വന്നപ്പോഴാണ് അടുത്ത നോട്ടീസ് വരുന്നത്. അതാരാ? നമ്മുടെ എല്ലാ സംവാദങ്ങളിലും ഹെഡായിരിക്കുന്ന ജബ്ബാർ മൗലവി. ഞാൻ പറയാൻ കാരണം, ഏത് സംവാദത്തിൽ നോക്കിയാൽ ഈ സാധനം ഉണ്ടോ? അല്ലാത്ത ഈ അടുത്ത കാലത്തൊന്നും കൊട്ടപ്പുറം സംവാദത്തിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ടായിരുന്നോ? ഇല്ല, അന്ന് ഇല്ലല്ലേ, നമ്മളത് കണ്ടിട്ടില്ല. അതിന്റെ ഓഡിയോ കേസറ്റേ കണ്ടു. ഇരിക്കട്ടെ. ബാക്കിയുള്ള എല്ലാം ഞങ്ങളൊരു ദിവസം മങ്ങനാപുരത്ത് ഒരു വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥക്ക് പോയി. അപ്പുറത്തുനിന്ന് വന്നത് കായക്കൊടി ഹനീഫ മൗലവിയൻ. എല്ലാ സ്ഥലത്തും ആ സാധുവാണ് വരല്, ഇപ്പൊ കാണാനില്ല. ഇയാള് വന്നപ്പോ നമ്മൾ ചോദിച്ചു, അല്ല നമുക്ക് എല്ലാ ദിവസവും ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദം, ഇന്ന് നമുക്ക് ഖുതുബ പരിഭാഷയുമായി ബന്ധപ്പെട്ട് വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥ എഴുതിക്കൂടെ? അപ്പൊ ഇയാള് പറഞ്ഞു, ഞങ്ങളെ ഷെയ്ഖ് ഇജാസത്ത് എന്നാൽ നോക്കാന്ന് പറഞ്ഞു. ഷെയ്ഖ് ഇജാസത്ത് എന്നാൽ നോക്കാം. അപ്പൊ ആരാ ഷെയ്ഖ്? അത് ജബ്ബാർ മൗലവിയാണ്. അപ്പൊ ജബ്ബാർ മൗലവിന്റെ ഇജാസത്ത് കിട്ടിയാലേ സംവാദം തന്നെ നടക്കൂ എന്നിടത്താണ് ആരുള്ളത്? മുജാഹിദ് പണ്ഡിതന്മാരുള്ളത്. കാരണം എന്താണെന്നറിയോ? ഒന്നുമല്ല, അയാള് നേരത്തെ ദർസിൽ ഓതി പഠിച്ച് മുജാഹിദായതാണ്. അപ്പൊ ഏതെങ്കിലുമൊക്കെ ഒരു ഇബാറത്ത് വായിക്കാൻ ഞങ്ങളെ ദർസിൽ നിന്ന് അയാൾ പഠിച്ചിട്ടുണ്ട്. അതാ കാരണം. ബാക്കിയുള്ളതൊന്നും ആ യോഗ്യതയിലല്ല. അതാണ് ജബ്ബാർ മൗലവിക്ക് ഇവർക്കിടയിൽ ഒരു സ്ഥാനം നേടിക്കൊടുത്തത്. അയാളാണ് ഹെഡ്, പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ. എല്ലാ മഹത്വവും അയാൾക്ക് വകവെച്ചു കൊടുക്കുന്നു. എന്നാൽ ഞങ്ങളെ മുമ്പിൽ അയാൾ ഒന്നുമല്ല എന്ന് ഞങ്ങൾ ഇന്നത്തോടെ തെളിയിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒടുവിൽ അയാൾ ഇടപെട്ടു. അയാൾ ഞങ്ങളുടെ വിഷയത്തിലാണ് ഇടപെടുന്നത്. ഈ പുളിക്കലെ സുന്നി പ്രവർത്തകരും അതുപോലെ തന്നെ കേരളക്കരയിൽ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സുന്നി സമൂഹത്തിന്റെ ഇടയിൽ അയാൾ ഇടപെടുന്നു നമ്മുടെ വിഷയത്തിൽ. കണ്ടോ നിങ്ങള്? മുനീർ മദനി മറുപടി പറയുമോ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് സുന്നി പ്രവർത്തകർ പുളിക്കൽ എന്ന പേരിൽ വിതരണം ചെയ്യപ്പെട്ട ചില ചോദ്യങ്ങൾ കാണുകയുണ്ടായി. അപ്പൊ ഒടുവിൽ മുനീർ മദനിക്ക് മറുപടി പറയാൻ കഴിയാതെ വന്നപ്പോ ജബ്ബാർ മൗലവി വിഷയത്തിൽ ഇടപെട്ടു. വിഷയം ഞാൻ വായിച്ചു നോക്കി. അപ്പൊ ഏതാ വിഷയം? 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹ് മാസികയിൽ വന്ന ഒരു ലേഖനത്തിലെ ചില പരാമർശങ്ങൾ ബന്ധപ്പെടുത്താവുന്ന ചില ചോദ്യങ്ങൾ കൂട്ടത്തിൽ കാണുന്നു. നമ്മളങ്ങനെ മാസികന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ കുമ്പളങ്ങ കട്ടോന്റെ പിന്നെ ചുമലിൽ നോക്കിയേ അറിയാന്ന് പറഞ്ഞ പോലെ ഇയാൾക്ക് മനസ്സിലായത് ഇസ്ലാഹ് ആയിരിക്കും. ഇസ്ലാഹ് മാത്രമല്ല, അയാളെ എല്ലാ പത്രത്തിലും. അപ്പോ ഇയാൾ എന്നിട്ട് ജിന്നുമായി ബന്ധപ്പെട്ട വിഷയത്തിന് മറുപടി പറയാനുള്ള ഒരു ശ്രമം, എന്നിട്ട് ആളുകളെ കുതിരയാക്കുന്ന കുതിര കച്ചവടമാണ് ഇതിൽ നടത്തിയിരിക്കുന്നത്. ഇതിലെന്താ പറഞ്ഞെന്നറിയോ? ഒന്ന്, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നത് ശിർക്കാകും. ഞങ്ങളതിനെ ഗണ്ഡിച്ചിട്ടുണ്ട്. ഏതാണ് ദുആ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. 2, മനുഷ്യ കഴിവിന് അതീതമായ ഒന്നും തന്നെ ഒരു മനുഷ്യരോടും തേടാവതല്ല. 3, മലക്കാവട്ടെ മനുഷ്യനാവട്ടെ ജിന്നാവട്ടെ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്ത ഒന്നും തന്നെ ഒരു സൃഷ്ടിയോടും തേടാൻ പാടുള്ളതല്ല. ഈ തത്വത്തിനെതിരായി ഇസ്ലാഹിലെ പ്രസ്തുത ലേഖനത്തിൽ ആരെങ്കിലും വല്ലതും കാണുന്നുവെങ്കിൽ കൂടിയിരുന്ന് ചർച്ച ചെയ്തത് ബോധ്യപ്പെടുത്തി തരാൻ താല്പര്യമുള്ളവർ അറിയിക്കുക. താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഞങ്ങളോടല്ലേ പറഞ്ഞത്, പിന്നെ വെറുതെ വിടൂലല്ലോ. ഞങ്ങളോടൊരു കാര്യം പറയുമ്പോ ശ്രദ്ധിച്ചിട്ട് വേണ്ടേ? ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, വായ തുറക്കുമ്പോ ശ്രദ്ധിക്കണം, ഇപ്പുറത്ത് ഞങ്ങളുണ്ട് എന്നൊരു ബോധം വേണം. അത് നല്ലതാണ്. നമ്പർ കൊടുത്തു, ഞങ്ങൾ പരസ്യമായി വിളിച്ചു. സംഗതി എന്താ? ഈ പറഞ്ഞത് അയാൾ ഈ തത്വത്തിനെതിരായി ഇസ്രായേലുണ്ടോ? ഞങ്ങളെ വാദം എന്താണെന്നറിയോ? ഈ തത്വത്തിനെതിരാണ് സർവ്വ മുജാഹിദ് നേതാക്കളും. നിങ്ങൾ ഇസ്ലാഹിലും ജബ്ബാർ മൗലവിയും സക്കരിയും അടങ്ങുന്ന മുജാഹിദുകൾ എഴുതിയതിനെതിരാണ് കേരളക്കരയിൽ ജീവിച്ച മുഴുവൻ മുജാഹിദുകൾ. അതാണ് ഞങ്ങളുടെ വിഷയം.
അപ്പൊ ഈ വിഷയത്തിലാണ് ഇന്ന് ഞങ്ങൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം തന്നെ ക്ഷണിച്ച് നിങ്ങൾ ഇന്ന വീട്ടിലേക്ക് വരണമെന്ന് അറിയിച്ചതനുസരിച്ച് നമ്മളെ സുന്നി പ്രവർത്തകരും എല്ലാവരും എത്തി. നേരത്തെ തന്നെ നമ്മൾ എത്തി. പക്ഷേ വളരെ പ്രതീക്ഷയോടെ, കാരണം മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെ ഒരു വാദപ്രതിവാദം നടക്കണമെന്ന് ഞങ്ങളുടെ ആവശ്യമായിരുന്നു. പക്ഷെ സംവാദം ആയതുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കൂല, ഒരു കൂടി വരണല്ലോ. ആ നിലക്ക് ചെന്ന് നോക്കുമ്പോ വാതിൽക്കൽ തന്നെ ആ വീട്ടുകാരങ്ങ് പറഞ്ഞ വീട്ടിലാക്കണമെന്ന് നമ്മൾ പറഞ്ഞതല്ല, അവര് പറഞ്ഞതാണ്, അവര് നിർദ്ദേശിച്ചതാണ്. പിന്നെ വീട്ടിലാക്കണ്ട എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇല്ല എന്ന് പറയും. അങ്ങനെ ഒരു അവസ്ഥ വേണ്ട വെച്ചാണ് അത് സമ്മതിക്കുന്നത് തന്നെ. അങ്ങനെ അവിടെ എത്തിയപ്പോ ഒരു മാന്യമായി സ്വീകരിക്കാൻ പോലും അല്ലെങ്കിൽ പെരുമാറാൻ പോലും പഠിച്ചില്ല. എന്നിട്ട് ആദ്യം തന്നെ ഇവരാരും കടക്കാൻ പാടില്ല, ജബ്ബാർ മൗലവിയാണ്, 2-3 ആള് മാത്രമേ പ്രവേശിക്കാൻ പാടുള്ളൂ എന്നൊരുപാട് നിബന്ധനകൾ. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ഇനി അതിലൊന്നും പറയാനില്ല, ഞങ്ങളൊരു പ്രവർത്തകൻ കടന്നാൽ തന്നെ ജബ്ബാർ മൗലവി ഇറക്കാൻ മാത്രം മതി എന്ന് ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ 2-3 ആള്, ഞാനും രാമന്തളിയും റഫീഖ് ഹസനിയും കടന്നു എന്നിട്ട് നമ്മൾ പറഞ്ഞു, ശരി, ഇപ്പൊ ഞങ്ങൾ വന്നത് വ്യവസ്ഥക്കല്ല, സംവാദത്തിനുമല്ല. ആ വ്യവസ്ഥ തയ്യാറാക്കാൻ നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം, എന്നിട്ട് നമുക്ക് വ്യവസ്ഥ തയ്യാറാക്കിയിട്ട് ഒരു വാദപ്രതിവാദം ഈ വിഷയത്തിൽ നടത്താം. ഞങ്ങൾ പറഞ്ഞു, ഈ കാലമത്രയും മുജാഹിദുകൾ പറഞ്ഞ തൗഹീദ് ജബ്ബാർ മൗലവി പൊളിച്ചിരിക്കുകയാണ്. ഇയാൾ മുജാഹിദിന്റെ തൗഹീദ് തന്നെ പൊളിച്ചു. ആ മുജാഹിദ് മനുഷ്യനിർമ്മിത പ്രസ്ഥാനമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ജബ്ബാർ മൗലവി. ഇത് പറഞ്ഞപ്പോ അയാള് എങ്ങനെയാ ഓടിക്കളിച്ചത് ഞങ്ങളേത് കണ്ടിട്ടുള്ളൂ. അയാൾ ഇങ്ങ് പറഞ്ഞു, ഇതാ നൗഷാദ് ഹസനിയും കൂട്ടരും ഒരുപാട് കാലമായി ഞാനിവിടെ ജിന്നിനോട് സഹായം തേടാനും പ്രാർത്ഥിക്കാനും പറഞ്ഞു നടന്നു എന്ന് പ്രചരിപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞു, അതന്നെ ഞങ്ങൾ വന്നത് ഇവിടെ, അത് തെളിയിക്കാനാ വന്നത്, അവസരം തരണം. അത് പറ്റൂല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ പറയാൻ എങ്ങനെ? അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് പറയാ, പക്ഷെ വീഡിയോ പാടില്ല, വോയിസ് റെക്കോർഡ് പോലും ചെയ്യാൻ പാടില്ല. പിന്നത്തെ ഷർത്ത് ആളുകൾ കാണാൻ പാടില്ല. ഞാൻ എന്റെ വയസ്സിന് മൂത്ത ആളായിപ്പോയി, അല്ലെങ്കിൽ വേറെ മറുപടി ഉണ്ടായിരുന്നു. ഇത് എന്തെല്ലാം ഷർത്തുകൾ! ആരും കാണരുത്, വീഡിയോ റെക്കോർഡ് ചെയ്യരുത്, പിന്നെ ഈ ഇതൊന്നും പാടില്ല. ഇതിപ്പോ എനിക്കും രാമന്തലിക്കും ബോധ്യപ്പെടാനല്ലോ, സമുദായത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനല്ലേ ഈ പരസ്യമായി ഇറക്കിയ നോട്ടീസ്. എങ്കിൽ ഈ പരസ്യമായി ഇറക്കിയ നോട്ടീസിന് എന്തുകൊണ്ട് പരസ്യമായി മറുപടി പറയാൻ പേടിക്കുന്നു അവർ? ഞങ്ങൾ പേടിക്കൂലല്ലോ, ആര് ഏത് സമയത്ത് വന്നോട്ടെ. ഞങ്ങളിപ്പതാ പുതിയ നോട്ടീസ്, ജബ്ബാർ മൗലവി തോറ്റോടി, നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വിളിക്കി, നിങ്ങൾ ആർക്കും വിളിക്കാം. ഞാനിത് ലോകത്തോടല്ലേ പറയുന്നത്, എല്ലാവരും കേൾക്കുന്നുണ്ട്, ആർക്കും വിളിക്കാം. വിളിച്ചാൽ ഞങ്ങൾ പ്രതികരിക്കും, നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം, പിടിപ്പിക്കാം, ആരെ കൊണ്ടും ചോദിപ്പിക്കാം. ഇതാണ് ആദർശം. ആദർശമില്ലാത്തതിന്റെ പേരിലല്ലേ പേടിക്കേണ്ടി വന്നത്? സത്യം പറയുന്നവർക്ക് പേടിക്കണോ സഹോദരന്മാരെ? ഇപ്പൊ ഒരു സൂത്ത് മുജാഹിദ് കടന്നു വന്നു സങ്കല്പിക്കാം, നമുക്ക് വലിയ സന്തോഷമായി. കാരണം അയാൾ ചോദിക്കാം, ഇവർക്ക് അങ്ങനെയല്ല, ഒരാളും പാടില്ല, എന്നാ പിന്നെ പാടില്ല നമ്മൾ സമ്മതിച്ചു. പിന്നെ പോലെ സുരക്ഷ ഈ റെക്കോർഡ് ഇതൊന്നും ചെയ്യാൻ നമ്മളെ ഫോട്ടോ എടുക്കുന്ന ആളോ അല്ലെങ്കിൽ ഈ ക്യാമറയോ പോലൊന്നും ചെയ്യില്ലാന്ന് ഉറപ്പല്ലേ? അല്ലെങ്കിൽ ചിലപ്പോ പേടിച്ചിട്ടുണ്ടോ, അതിന്റെ ഉള്ളിരിഞ്ഞ് ചിഹ്നുണ്ടാവോ, ചിലപ്പോ അങ്ങനെ പേടിച്ചിട്ടുണ്ടോ. വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് ഇവരുടെ കാര്യം. അപ്പോ ലാസ്റ്റ് ഞങ്ങൾ വ്യക്തമായി രാമന്തലി ചോദിച്ചു, അല്ല, നിങ്ങൾ തുറന്നു പറയും, ഈ വിഷയത്തിൽ നിങ്ങളെ നേതാക്കളും നിങ്ങളും എതിരാണ് എന്ന് ഞങ്ങൾ തെളിയിക്കും. അതിന് നിങ്ങൾക്ക് ഒരു സംവാദം വ്യവസ്ഥക്കുമാകുമോ? അവര് തുറന്നു പറഞ്ഞു, ഇല്ല, ഞങ്ങളതിൽ തയ്യാറല്ല. നിങ്ങൾക്ക് രഹസ്യമായി ഇപ്പോൾ വേണമെങ്കിൽ പറയാം. ഞങ്ങൾ രഹസ്യമായി പറയേണ്ട കേസല്ല ഇത് രഹസ്യമായി പറയേണ്ട കേസല്ല, ഇത് പരസ്യമായി പറയേണ്ട കേസാണ്. ആളുകളെ മുമ്പിലിരുത്തി, അല്ലെങ്കിൽ ആളുകൾ വേണ്ട, ക്യാമറ ഉപയോഗിക്കുക, എന്നിട്ട് നമുക്ക് പറയാം, പറ്റൂല, ക്യാമറ പറ്റൂല, ഒന്നും പറ്റൂല, നിങ്ങൾ ഇവിടുന്ന് വേണമെങ്കിൽ അത് വേണ്ട, അതിന് ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇറങ്ങിപ്പോരുമ്പോൾ പറഞ്ഞു, ഇത്രയും വയസ്സായിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയം ജനങ്ങൾക്ക് മുമ്പിൽ പറയാൻ കഴിയാത്ത നിങ്ങൾക്ക് ഇനിയും ജീവിക്കണോ എന്നിവരെ ചോദിക്കേണ്ടി വന്നു. ചോദിപ്പിച്ചതാണ്, അത് ഞങ്ങളുടെ മാന്യത, അദ്ദേഹത്തിന്റെ വയസ്സ് പരിഗണിച്ചുകൊണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്താ വിഷയം എന്നറിയോ? ഒരു കാര്യം മുജാഹിദിനറിയാം, ഇങ്ങനെ ഒരു വാദപ്രതിവാദം കേരളത്തിൽ നടന്നാൽ പിന്നെ വഹാബി പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാവൂല. ഒരു തർക്കവും അതിലില്ല. കാരണം എന്താണെന്നറിയോ? ഇവിടെ ഒരുപാട് വിദഈ പ്രസ്ഥാനക്കാരുണ്ടായിരുന്നു, ഖവാരിജ്, റാഫിദിയാക്കൾ, ഇങ്ങനെ ഒരുപാട് കേട്ടിട്ടില്ലേ? എവിടെ അവരിപ്പോ? ഇല്ല, തകർന്നു പോയി. ഇവിടെ ഏതുണ്ടാവില്ല എന്നല്ല, ബിദ്അത്ത് ഉണ്ടാവില്ല എന്നല്ല, ബിദ്അത്ത് ഏത് കാലം ഉണ്ടാവും, 73 വിഭാഗം തന്നെ അതുണ്ടാവും. പക്ഷെ വഹാബിസം അവസാനിക്കും, വേറെ വരും. അപ്പൊ അതിനെതിരെ സമരം ചെയ്യേണ്ടി വരും.
ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ എവിടെയാണ് ജിന്ന് എന്ന വിഷയം ഇവിടെ കടന്നു വരുന്നത് നന്നായി ചിന്തിച്ചോളൂ. നമ്മള് ഇവിടെ ഇവരെ വാദം എന്തായിരുന്നു പണ്ട് കാലത്ത്? നമ്മളെ ഫൈസൽ ഹസനി പറയാറുണ്ട്, കുഞ്ഞീദ് മദനി എന്ന് പറഞ്ഞൊരു സാധനങ്ങൾ കേട്ടിട്ടില്ലേ? കുഞ്ഞീദ് മദനി അയാൾ പറഞ്ഞൊരു ഉദാഹരണം ഉണ്ട്. എന്താണ്? ഇപ്പോൾ എന്താണ് ഇവർക്ക് വന്ന വ്യതിചലനമാണ് ഞാൻ പറയുന്നത്, കൃത്യമായി മനസ്സിലാക്കണം. ഒരാൾ താമരശ്ശേരി ചുരത്തിലൂടെ ഇങ്ങനെ ഇറങ്ങി വരാം. ഇനി നമ്മളെ ജബ്ബാർ മൗലവിനെ ആയിക്കോട്ടെ, നമുക്ക് അങ്ങനെ സങ്കല്പിക്കാം. അയാളാണല്ലോ ഇന്നത്തെ നമ്മുടെ കഥാപാത്രം. ഇൻഷാ അല്ലാഹ് ആവശ്യമായി ഇവരൊക്കെ ഇടപെടാനുണ്ട്, ഞാൻ നീട്ടുന്നില്ല. അതിന്റെ ആ വിഷയം ചുരുക്കം പറയാണ്. അയാൾ ഇങ്ങനെ വരികയാണ് എടെ താമരശ്ശേരി ചുരത്തിലൂടെ, അതിന്റെ 6ാമത്തെ വളവ് അല്ല, രാമന്തിന്റെ 6ാമത്തെ വളവല്ലേ? ഇൻഷാ അല്ലാഹ് അവിടെ ഞങ്ങളൊരു ബോർഡ് എന്തായാലും വെക്കുന്നുണ്ട്, കുഞ്ഞീദ് മദനി സ്മാരക വളവ്. പണ്ട് തീരുമാനിച്ചതാണ്. വളരെ തൗഹീദ് സ്മാരക വളവ് അല്ലെ, കുഞ്ഞീദ് മദനിയുടെ തൗഹീദിന്റെ സ്മാരക വളവ് ആയിക്കോട്ടെ. കാരണം എന്താ, അവിടെ എത്തുമ്പോഴാണല്ലോ തൗഹീദ് പൂർണ്ണാവൽ. ഇയാൾ പറഞ്ഞു അവിടെ ബ്രേക്കാണ് പോയാൽ, വണ്ടിന്റെ ബ്രേക്ക് പോയാൽ ബസ്സിലുള്ള ഒരാൾ അല്ലാഹനെ വിളിക്കും, ഒരാൾ യേശുവിനെ വിളിക്കും, ഒരാൾ മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കും. ഇതെല്ലാം ശിർക്കാണ്, അല്ലാഹനെ മാത്രമേ വിളിക്കാവൂ. ഇതായിരുന്നു പഴയകാല തൗഹീദ്. വ്യക്തമായി അവരെഴുതി. ഇതെന്നറിയാം, ഞാൻ വായിക്കും, ഓരോന്നും വായിക്കും. അതിന്റെ ഹാഷിൽ ഞാൻ ആദ്യം പറഞ്ഞു വരികയാണ് ചുരുക്കം. അതായത് നമ്മുടെ കണ്ണുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ട് എങ്ങനെ സഹായിക്കുമെന്നറിയാത്ത ഒരു സഹായം തേടാൻ പാടില്ല. ഇതാണ് ആദ്യകാലത്ത് അവരുടെ മദ്ഹബ്. എങ്ങനെ? നമ്മളിപ്പോ ഒരാളോട് സഹായം തേടാം, പക്ഷെ അത് ഭൗതികമാവണം. എങ്ങനെ ഭൗതികമാവുക? അയാൾ എങ്ങനെ സഹായിക്കുമെന്ന് എനിക്കറിയണം, അപ്പോഴേ ഭൗതികമാവുള്ളൂ. അപ്പൊ മൊയ്തീൻ ഷെയ്ഖിനോട് സഹായം തേടിയാൽ അത് ശിർക്കാണ്. കാരണം എന്താ? മൊയ്തീൻ ഷെയ്ഖ് എങ്ങനെ സഹായിക്കും നമുക്കറിയൂല. അതുപോലെ തന്നെ ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കാണ്. കാരണം എന്താ? ജിന്ന് എങ്ങനെ സഹായിക്കുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇതായിരുന്നു പഴയകാല മുജാഹിദിന്റെ മതം. പക്ഷെ മുജാഹിദല്ലേ സാധനം, ഓരോ സമയത്തും മാറ്റില്ലേ, മാറ്റി ഇപ്പൊ പറഞ്ഞു അതൊന്നുമല്ല. താമരശ്ശേരി ചുരത്തിലൂടെ ഇറങ്ങി വരുന്ന ആൾക്ക് വേണമെങ്കിൽ അള്ളാന്റെ പുറമെ ആരെയും വിളിക്കാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ അടുക്ക് സൗദിയിൽ നിന്നൊരു സുഹൃത്ത്, വളവിന് നമുക്ക് കുഞ്ഞീദ് വളവ് എന്ന് പേരിട്ടാൽ എന്താ? കുഞ്ഞീദ് വളവ് നല്ല പേരല്ലേ, നമുക്ക് പരിഗണിക്കാം ഇൻഷാ അല്ലാഹ്. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പോ ഈ രൂപത്തിൽ ഇവരുടെ അഭിപ്രായം മാറി മറിഞ്ഞു. അതാണ് ജിന്നിൽ സംഭവിക്കുന്നത്. ഇവിടെ മുനീർ മദനി എന്ത് ചെയ്തെന്നറിയോ? ഏതോ ഒരാള് ജിന്നിന്റെ കോലത്തിൽ വരൂലേ എന്നൊരു ചർച്ച. അതൊന്നുമല്ല ചർച്ച, ഇവിടെ മർമ്മം. ജനങ്ങൾ പഠിച്ചു. പഴയ കാലത്ത് നിങ്ങൾ പറഞ്ഞത് അള്ളാനെ മാത്രം വിളിക്കണം. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് അള്ളാന്റെ പുറമെ ജിന്നിനെ വിളിക്കാം, മലക്കിനെ വിളിക്കാം. നിങ്ങളെ തൗഹീദ് പൊളിഞ്ഞുപോയി. ഇനി ഞങ്ങളോട് തൗഹീദ് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. ഇതെന്താ അറിയിക്കുന്നത്? മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിത പ്രസ്ഥാനമാണ് എന്നതിന്റെ തെളിവാണ് ഞങ്ങളെ മുമ്പിൽ ഇവിടെ പ്രകടമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുന്നി പ്രവർത്തകർ ആവേശത്തോടെ ഇന്ന് മഗ്രിബിന് ശേഷം പ്രകടനം നടത്തിയപ്പോ മുജാഹിദിന്റെ ഓരോ മനസ്സിലും പറയുന്നുണ്ടാകും, ഓ ഞാനും മുജാഹിദായി പോയല്ലോ, ഇനി രക്ഷപ്പെടാൻ എന്താ വഴി? മാനക്കേടും വഷളത്തരും നോക്കി നിൽക്കണ്ട. എന്റെ ശബ്ദം കേൾക്കുന്ന ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള മുജാഹിദുകളെ, വന്നോളൂ അഹ്ലുസുന്നയിലേക്ക്. നിങ്ങളെ കുഞ്ഞീദ് മദനിയും അതുപോലെ പല ആളുകളും കെട്ടിപ്പടുത്ത തൗഹീദ് എന്ന ഈ ഏറ്റവും നാശം പിടിച്ച വസ്തു, അത് നിങ്ങളെ മൗലവിമാര് തന്നെ തട്ടിത്തെറിപ്പിച്ചിരിക്കുന്നു. മുജാഹിദുകളെ ത്തിന്റെ വലിയ നേതാവായ ഉമർ മൗലവി, അയാളെ തന്നെ എടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാവാത്ത ചോദിക്കാം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഇവരുടെ തൗഹീദ് എങ്ങനെ പൊളിയുന്നു എന്നതിന്റെ ഉദാഹരണമാണ്. ക്ലിപ്പ് ഞാനിപ്പോ ഇടൂല, ഇൻഷാ അല്ലാഹ് പിന്നിടും. ഇതെന്താ സാധനം എന്നറിയോ? ഇത് ഫാത്തിഹയുടെ തീരത്ത് ഒറിജിനൽ ബുക്കാണ്. ആരാ ഇത് എഴുതിയത്? ഉമർ മൗലവിയാണ്. ഇനി നമ്മൾ സംവാദം നടത്താനുള്ള ഒരുക്കത്തിലാ വന്നത്. കാരണം ഇപ്പോ സംവാദം ഇപ്പോ ജബ്ബാർ മൗലവി പറയാണ്, എനിക്കിപ്പോ വയസ്സൊക്കെ ആയതാണ്, ഇനി സമയം നീട്ടി കിട്ടാനാവില്ല, എന്നെ നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മളപ്പോ തന്നെ റെഡിയാവാനുള്ള ഒരുക്കങ്ങളോട് കൂടിയാണ് വന്നത്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ സാധനം, ഫാത്തിഹയുടെ തീരത്ത്. ഇതിന്റെ 91, 92 പേജുകളിൽ നിന്ന് ഞാൻ വായിക്കുന്നു. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ. എന്താണ് ഇയാൾ ഇതിൽ പറയുന്നതെന്നറിയോ? 91ാമത്തെ പേജ് എടുത്താൽ ഉമർ മൗലവി എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നേതാവ്, അയാൾ പറയുന്നത് ഞാൻ വായിക്കുന്നു, കേട്ടോളൂ. ജബ്ബാർ മൗലവി പറയുന്നത് പിന്നെ വായിക്കും. നേരെ എതിരാ ജബ്ബാർ മൗലവി പറയുന്നത്. എന്താ അതിൽ പറഞ്ഞെന്നറിയോ? അദൃശ്യ ലോകത്തിൽപ്പെട്ട പിശാചുക്കളുടെയും ജിന്നുകളുടെയും സഹായം തേടുകയും അവരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ചിലതു പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടുള്ളതാണ് ആഭിചാരവും മന്ത്രവാദവും. അദൃശ്യമായ മാർഗത്തിൽ ഗുണം ആശിക്കുകയോ ദോഷം ഭയപ്പെടുകയോ ചെയ്തുകൊണ്ട് താഴ്മ കാണിക്കൽ ആരാധനയാണ്. ഇനി കേട്ടോട്ടോ. അപ്പോൾ
ജിന്നിനെയും പിശാചിനെയും ആരാധിക്കുക എന്ന ശിർക്ക് ഇതിൽ വന്നുകൂടുന്നുണ്ട്. അതുകൊണ്ടാണ് ആഭിചാരവും മന്ത്രവാദവും ശിർക്കും കുഫറുമായി തീരുന്നത്. ഉമർ മൗലവി എന്താ അതിൽ പറഞ്ഞെന്നറിയോ? മന്ത്രവാദം എന്തുകൊണ്ട് ശിർക്കാകുന്നു? അതിന് ഉമർ മൗലവി പറയുന്ന മറുപടി, അതിൽ ജിന്നിനോട് സഹായം തേടലുണ്ട്. ജിന്ന് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ജിന്ന് അദൃശ്യ ലോകത്താണ്. അദൃശ്യ ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്ത ലോകത്താണ്. അതുകൊണ്ട് ജിന്നിനോട് സഹായം തേടൽ ശിർക്കാണ് എന്ന് പച്ച മലയാളത്തിൽ എഴുതി വച്ചിരിക്കുന്നു ഉമർ മൗലവി. ഈ ഉമർ മൗലവിയാണ് ജബ്ബാർ മൗലവി ചവിട്ടിത്താഴ്ത്തിയത്. മറുപടി പറയാനുണ്ടെങ്കിൽ പറയണം. ഉമർ മൗലവി വ്യക്തമായി എഴുതി. ഒന്നേ, ഇനി കണ്ടോളൂ, രണ്ടാമത്തെ ആൾ വരുന്നു. ഇത് മരിച്ചുപോയ ആളാണ്. രണ്ടാമത്തെ സാധനം ദാ കുഞ്ഞീദ് മദനി, നമ്മളെ കുഞ്ഞീദ് വളവ് എന്ന് പറഞ്ഞ സാധനം, അയാളെ പുസ്തകമാണ് അഹ്ലുസുന്നത്തി വൽ ജമാ. പേര് അഹ്ലുസുന്നത്തി വൽ ജമാ എന്നാ, പക്ഷെ അതിന്റെ എതിരായിട്ടുള്ളത്. ചിലപ്പോ അങ്ങനെ ഉണ്ടാവുമല്ലോ, അക്സ് കൊണ്ട് പേര് വെക്കും. മുജാഹിദ് പള്ളിക്ക് മസ്ജിദുൽ ഹുദ എന്ന് പേര് വെക്കും. അതിന്റെ അർത്ഥം എന്താ? അവിടെ ഹുദ ഇല്ല എന്നാണ്. അതാണല്ലോ. അപ്പൊ അങ്ങനെ എതിര് പേരിന് പേര് വെക്കും. അതാണ് ഈ സാധനം അഹ്ലുസുന്നത്തി വൽ ജമാ. ഇത് കണ്ടോ നിങ്ങള്? ഇതിന്റെ 104-ാമത്തെ പേജ് നിങ്ങൾ എടുത്തു നോക്ക്. അതിലതാ ഇയാള് പറയുന്നു, തുറന്നു പറയുന്നു. കുഞ്ഞീദ് മദനിയാണ് പറയുന്നത്, ഞങ്ങളല്ല, നിങ്ങളുടെ മൗലവിമാർ. ഇയാൾ പറയുന്നു കേട്ടോട്ടോ. ഇയാൾ ഇങ്ങനെ വിശദീകരിക്കാണ്. അല്ലാഹ് പറഞ്ഞല്ലോ, ലാ തദ്ഉ, നമ്മളോതുന്നതായത് ലാ തദ്ഉ, അതെ, വഅന്നൽ മസാജിദ ലില്ലാഹി ലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലേ? പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, ഒരാളോടും നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇയാൾ പറയാണ്, ദഉ, തദ്ഉന, യദ്ഉന എന്നീ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ അവരെ വിളിച്ചു സഹായം തേടുക വഴി ശിർക്ക് ചെയ്യുന്നത് മഹാവിഡ്ഢിത്തമാണ് എന്നിട്ട് പറയാട്ടോ. എന്നീ കാര്യങ്ങളാണ് ആ വചനത്തിൽ ഉൾക്കൊള്ളുന്നത്. ഈസ, മറിയം, മലക്കുകൾ, മുസ്ലിം ജിന്നുകൾ മുതലായവരെ വിളിച്ചു സഹായം തേടിയിരുന്നവരെ സംബന്ധിച്ചാണ് ഈ വചനം അവതരിച്ചത് എന്നാണ് സർവ മുഫസ്സിറുകളും പ്രസ്താവിച്ചിട്ടുള്ളത്. അപ്പൊ അല്ലാഹു തആല ഒരാളോടും തേടരുത് എന്ന് പറഞ്ഞതിൽ ജിന്ന് പെട്ടിട്ടുണ്ട്. അപ്പൊ മുശ്രിക്കീങ്ങളെ എതിർത്തതിൽ ജിന്നിനോട് സഹായം തേടിയവരും ഉൾപ്പെടും എന്നാരാ പറഞ്ഞത്? കുഞ്ഞീദ് മദനി. ഇപ്പൊ എത്ര ആളായി? 2 ആളായി. ഞാനിപ്പോ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ജിന്നിനോട് സഹായം തേടൽ ശിർക്കാണെന്ന് പറഞ്ഞവരുടെ ലിസ്റ്റാണ് വായിക്കുന്നത്. അപ്പൊ 1 നമ്മൾ ഉമർ മൗലവി, 2 കുഞ്ഞീദ് മദനി. ഇനി നമുക്ക് പോവാം നമ്മളെ കുഞ്ഞി മുഹമ്മദ് പറപ്പൂര്. അങ്ങനെ ഒരു സാധനല്ലേ, പറപ്പൂരികൾ എന്നൊക്കെ പറയും. മടപൂരികൾ ഇട്ട പേരാണ്, സക്കരിയാക്കൾ, പറപ്പൂരികൾ എന്നൊക്കെ. അത് ഓരോ ത്വരീഖത്തിന്റെ പേരല്ല, ഓരോ അതിന്റെ അടിയുള്ള സാധനത്തിന്റെ പേരാണ്. സക്കരിയ സുലാഹിന്റെ അനുയായികൾക്കാണ് സക്കരിയാക്കൾ എന്ന് പറയാം. അപ്പൊ ഇരിക്കട്ടെ, ഈ കുഞ്ഞീദ് മദനി അയാളുടെ പുസ്തകമുണ്ട്. എന്താ? ഇസ്ലാമിക ഫത്വകൾ, കുഞ്ഞീദ് മദനി. ഇതിന്റെ 15-ാമത്തെ പേജിൽ നിന്ന് ഞാൻ വായിക്കുന്നു കേട്ടോട്ടോ. യാഥാസ്ഥികർ നമ്മളെ കുറിച്ച് പറയാം. ശിർക്ക് അഥവാ ബഹുദൈവ ആരാധന ചെയ്യുന്നവരാണെങ്കിൽ, അതായത് ഒരു ചോദ്യമാണ് കുഞ്ഞി മുഹമ്മദ് പറപ്പൂരിനോട്, സുന്നികൾ മരിച്ചാൽ ഓരോ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ? സുന്നികൾ മരിച്ചാൽ അവരെ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ എന്ന് ചോദ്യം. അതിന് കുഞ്ഞീദ് മദനിന്റെ മറുപടി എന്താണെന്നറിയോ? അവര് ബഹുദൈവ ആരാധന ചെയ്യുന്നവരാണെങ്കിൽ, ഇൻ ബ്രാക്കറ്റ്, ഉദാഹരണമായി മരിച്ചവരോടും ജിന്ന്, മലക്കുകൾ എന്നിവരോടും സഹായാഭ്യർത്ഥന നടത്തുക തുടങ്ങിയവ അവരുടെ ജനാസയിൽ സംബന്ധിക്കുന്നതും അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്നതും തെറ്റാണ്. അപ്പൊ എന്താണ് ബഹുദൈവാരാധകര് എന്ന് പറഞ്ഞിട്ട്? അത് ആരാ ബഹുദൈവാരാധകര്? ആരുമല്ല, ജിന്നിനോടും മലക്കിനോടൊക്കെ സഹായം തേടുന്നവർ അവര് ബഹുദൈവാരാധകരാണ്. അവരോട് സഹായം തേടുന്നവരെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. അപ്പൊ ഇനിയിപ്പോ ജബ്ബാർ മൗലവിയൊക്കെ മരിച്ചാൽ ഇവൽക്കാർക്ക് നിസ്കരിക്കാൻ പറ്റൂല, കാരണം അയാൾ ശിർക്കല്ല എന്ന് പറയുന്ന ടീമാണ്. ഈ കുഞ്ഞീദ് മദനി പറയുന്നത്, അല്ല, കുഞ്ഞി മുഹമ്മദ് പറപ്പൂര് അദ്ദേഹത്തിന്റെ ഫത്വകൾ എന്ന പുസ്തകത്തിൽ പറയുന്നത് അത് പാടില്ല, അത് ബഹുദൈവാരാധനയാണ് എന്നാണ്. ഇനിയോ, അപ്പൊ 3 ഇനി KNMന്റെ മലയാള പാഠപുസ്തകം സ്വഭാവ പാഠങ്ങൾ എന്ന മലയാള പാഠപുസ്തകത്തിന്റെ 15-ാമത്തെ പേജ്, അതിൽ പറയുന്നു, അജ്ഞാത ശക്തികളെ ആശ്രയിക്കുന്നത് കുഫറും ശിർക്കുമാണ്. അജ്ഞാത ശക്തി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്തത്, നമുക്ക് കാണാൻ പറ്റാത്ത വസ്തുക്കൾ, അതിനെ ആശ്രയിക്കുന്നത് കുഫറും ശിർക്കുമാണ്. എത്രയായി? നമ്മൾ പറഞ്ഞല്ലോ 4ആയി. ഇനി കണ്ടോ, അബ്ദുൽ ഹഖ് സുല്ലമി, ഇതാ ഈ പുസ്തകം. ഇതാരാ? വിശ്വാസ കാര്യങ്ങൾ. ഇത് മുഴുവൻ തെറ്റായ കാര്യങ്ങളാണ് മുഴുവതിലുള്ളത്.
പേര് അള്ളാഹു. പക്ഷെ അള്ളാഹിനെ ഇതിൽ അറിഞ്ഞിട്ടില്ല. അള്ളാഹിനെ അറിയാത്ത മൗലവി അള്ളാഹിനെ കുറിച്ച് പുസ്തകം എഴുതിയതാണ്. ഒരുപാടുണ്ട്. ഈ പുസ്തകത്തിന്റെ നിങ്ങൾ നോക്കി, ഇതിന്റെ നമുക്ക് വ്യക്തമായി കാണാം. ഇതിന്റെ 298 പേജ് ശരിക്ക് കൃത്യമായി ഞാൻ വായിച്ചു തരുന്നു. 298 പേജ്. ആ പേജിൽ എന്താ ഇയാൾ പറഞ്ഞത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ കേട്ടോളൂ. മനുഷ്യ കഴിവിന് അതീതമായ പ്രശ്നങ്ങളിൽ മറഞ്ഞ വഴിയിലൂടെ എന്നിട്ട് പറയാണ്, എങ്ങനെ സഹായം ലഭിക്കുന്നുവെന്നറിയാതെ ഏത് സഹായവും എത്തിക്കാൻ കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. എങ്ങനെയാണ് നമ്മളെ സഹായിക്കുക എന്നറിയാതെയുള്ള സഹായം, ആ സഹായം തരാൻ കഴിവുള്ളവൻ ആര് മാത്രമാണ്? അല്ലാഹു മാത്രമാണ്. എന്നാൽ ഈ സത്യത്തിൽ നിന്ന് വളരെ അകലത്തിലാണ് ദൈവവിശ്വാസികൾ. പടച്ച റബ്ബിനെ ഒരു നോക്കുകുത്തിയായി നിർത്തി അവന്റെ സൃഷ്ടികളോട് സഹായം തേടുന്നു. മലക്കുകൾ, ജിന്നുകൾ, മരണപ്പെട്ടവർ, ജീവിച്ചിരിപ്പുള്ളവർ, വൃക്ഷങ്ങൾ, സർപ്പങ്ങൾ. ഈ സഹായ തേട്ടമാകുന്നു ആരാധന. അപ്പൊ എന്തായി? ജിന്നിനോട് സഹായം തേടൽ, ജിന്നെ എങ്ങനെ സഹായിക്കുമെന്ന് അറിയാത്തത് കൊണ്ട് ശിർക്കാണെന്ന് പറയുന്നത്. ഇതാരാ പുറത്തിറക്കിയത്? കേരള നദുവത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരണ വിഭാഗം, മുജാഹിദ് സെന്റർ, കോഴിക്കോട് 2. അപ്പൊ എന്തായി? അല്ലാഹുവിൽ ജിന്നിനോട് സഹായം തേടൽ ശിർക്കാണെന്ന് ആര് പറയുന്നു? നമ്മുടെ അബ്ദുൽ ഹക്ക് സുല്ലമി പറയുന്നു. ഇനി നിങ്ങൾ നോക്ക്, അൽമനാർ മുജാഹിദിന്റെ പത്രം. ഈ അൽമനാരിൽ എന്താ എഴുതിയത് ഞാൻ വായിച്ചു തരാം, കേട്ടോളൂ. മാത്രവുമല്ല, അയാൾ സഹായിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയാണെന്ന് നമുക്കറിയുകയില്ല. ഈ സഹായം തരുമെന്ന് വിശ്വസിക്കുന്നവർ ചിലപ്പോൾ മരണപ്പെട്ടവരോ ജീവിച്ചിരിക്കുന്നവരോ ആകാം. പ്രവാചകന്മാരോ സ്വാലിഹികളോ മലക്കുകളോ ജിന്നുകളോ ആരുമാകാം. ആരായാലും ഈ വിധത്തിൽ അവരോട് സഹായം തേടുന്നത് ശിർക്കാകുന്നു. വ്യക്തമായി അൽമനാറിന്റെ ഡിസംബർ 2005 16 പേജ് നിങ്ങൾ എടുത്തു നോക്ക്. വ്യക്തമായി പറയുന്നു, ജിന്നിനോട് സഹായം തേടൽ ശിർക്കാകുന്നു. ഒരു തർക്കവും അതിലില്ല. ഇനിയും കേട്ടോ നിങ്ങള്, ഇന്നത്തെ മുജാഹിദിന്റെ ജനറൽ സെക്രട്ടറി ആരാ? സാക്ഷാൽ AP അബ്ദുൽ ഖാദർ മൗലവി. അയാൾ ഈ അടുത്ത് വിചിന്തനത്തിൽ ലേഖനം എഴുതി. ആ ലേഖനത്തിലുടനീളം അയാൾ പറയുന്നു കേട്ടോ, ഞാൻ കുറച്ചിങ്ങനെ വായിക്കാം. വിചിന്തനം 2009 മെയ് 1. അതിലെന്താ പറഞ്ഞത്? അള്ളാഹു ഒരു പട്ടാളക്കാരനായി വന്ന് അവരെ സഹായിക്കുമെന്നല്ല, അവർക്കറിയാത്ത മാർഗത്തിലൂടെ കാര്യകാരണ ബന്ധത്തിൽ പെടാത്ത തരത്തിൽ സഹായിക്കുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. അപ്പൊ അള്ളാഹുവിൽ നിന്നുള്ള സഹായം എങ്ങനെ സഹായിക്കും എന്നറിയാത്ത സഹായമാണെന്ന് വിചിന്തനത്തിൽ പറയുന്നു. അതുപോലെ ഭൗതിക വിഷയത്തിൽ അഭൗതികമായ സഹായം എന്നതാണ് മുജാഹിദുകളുടെ വാദത്തിന്റെ മർമ്മം. AP അബ്ദുൽ ഖാദർ മൗലവി പറയാം, അയാൾ അള്ളാഹുവെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ അവന്റെ പ്രതീക്ഷ തനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലൂടെ അള്ളാഹു സഹായിക്കുമെന്നാണ്. ഇത് ഭൗതിക വിഷയത്തിൽ അഭൗതിക രീതിയിലൂടെയുള്ള സഹായമാണ്. അതിനാൽ ഇത് ആരാധനയാണ്. അത് വിചിന്തനം 2008 ആഗസ്റ്റ് മാസം എന്ന് ഇനിയും പറയുന്നത് കേട്ടോളൂ. ജീവിച്ചിരിക്കുന്നവർ കാഴ്ചയുടെയും കേൾവിയുടെയും പരിധിയിലാണെങ്കിൽ ചോദ്യം ഭൗതികം അഥവാ കാര്യകാരണ ബന്ധത്തിൽപ്പെട്ടത്, പരിധിയിൽ പെടാത്തതാണെങ്കിൽ കാര്യകാരണ ബന്ധത്തിൽ പെടാത്തത്. അതും വിചിന്തനം 2009 മെയ് മാസത്തിൽ കാണാം. അപ്പൊ AP അബ്ദുൽ ഖാദർ മൗലവിയും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ, ഞാൻ ഇതിനി വിശദീകരിക്കുന്നില്ല, ഒരുപാട് പുസ്തകങ്ങൾ ഇനിയും വായിക്കാനുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ എന്താ പറഞ്ഞത്? ജിന്ന് 3 കാര്യങ്ങളാണ് അടിസ്ഥാനമായുള്ള പോയിന്റ്. ഒന്നാമത്തത്, ജിന്നിനെ നമുക്ക് കാണാൻ കഴിയൂല, ജിന്നെ എങ്ങനെ സഹായിക്കുന്നു നമുക്കറിയൂല. അതുകൊണ്ട് തന്നെ ജിന്നിനോടുള്ള സഹായം അഭൗതികമാണ്. അതുകൊണ്ട് ജിന്നിനോട് സഹായം തേടാൻ പാടില്ല. ആരൊക്കെയാ പറഞ്ഞത്? ഉമർ മൗലവി പറഞ്ഞു, കുഞ്ഞീദ് മദനി പറഞ്ഞു, അതുപോലെ AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു, അതുപോലെ മായിൻകുട്ടി സുല്ലമി പറഞ്ഞു, അതുപോലെ തന്നെ എല്ലാ മൗലവിമാരും പറഞ്ഞു. പക്ഷേ നമ്മുടെ കഥാപുരുഷൻ ആരാ? ഈ അടുത്താണ് മുജാഹിദിലേക്ക് പിന്നെ ജിന്ന് വന്നത്. ജിന്ന് മുജാഹിദിലേക്ക് വന്നപ്പോ അതാ കണ്ടോ നിങ്ങൾ, ഇസ്ലാഹ്. ഇതാണ് നമ്മളെ 2007 ഇസ്ലാഹ് എന്ന് പറയുന്ന സാധനം. നമ്മൾ ജബ്ബാർ മൗലവി കൊടുത്തല്ലോ 2007 ഏപ്രിൽ മാസത്തെ ഇസ്ലാഹ്. ഇത് അയാൾ എടുത്തു എന്നതിന്റെ ഇടയ്ക്ക് എടുത്തപ്പോ ഞങ്ങൾ പറഞ്ഞു, എടുക്കൊന്നും വേണ്ട, സാധനങ്ങളെ കയ്യിലുണ്ട്, എടുത്തു വലുതാവണ്ട. അപ്പൊ ഇതാണ് ആ സാധനം. ഇതിലെന്താ എഴുതിയത്? ഇപ്പൊ ഇതുവരെ നിങ്ങൾ കേട്ടല്ലോ. എന്താ കേട്ടത്?
ജിന്നിനോട് സഹായം തേടിയാൽ ആരാകുന്ന കേട്ടത്? മുശ്രിക്കാവും. ഒരു തർക്കമില്ല, എല്ലാരും എഴുതിയതാണ്. എന്നാ കേട്ടോ, ഇതിലതാ 2007 ഏപ്രിൽ മാസത്തെ ഇസ്ലാഹിന്റെ 42ാമത്തെ പേജ് നിങ്ങൾ മറിക്ക്. പ്രിയപ്പെട്ട സഹോദര, ഇതുവരെ ഉണ്ടാക്കിയെടുത്ത തൗഹീദ് മുഴുവനും തകർത്തുകൊണ്ട് അതാ അയാൾ എഴുതുന്നു. കേട്ടോ, ജബ്ബാർ മൗലവിയ പറയുന്നു, രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ ശബ്ദം തൊട്ടടുത്ത് നിന്ന് ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. കേട്ടോ, തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയില്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. എന്താ ജബ്ബാർ മൗലവി പറഞ്ഞത്? നമ്മൾ രാത്രി ഇങ്ങനെ പോവാണ് തപ്പിത്തടഞ്ഞ്, ഒരു വെളിച്ചം നമ്മുടെ കയ്യിലില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു, ആ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, അത് ജിന്നായിരിക്കാം, എനിക്കൊരു വെളിച്ചം തരുമോ എന്ന് ചോദിച്ചാൽ ആ സഹായാർത്ഥന ശിർക്കല്ല. എന്താ ഉമർ മൗലവി പറഞ്ഞത്? ഉമർ മൗലവി പറഞ്ഞ എന്തായിരുന്നു? ജിന്ന് നമ്മളെ എങ്ങനെ സഹായിക്കുന്നു നമുക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് അദൃശ്യ ലോകത്തുള്ള ജീവിയാണ് ജിന്ന്. ജീവി അങ്ങനെയുള്ള സഹായം ശിർക്കാണ് എന്ന് മാത്രമല്ല, ഇനിയും കേട്ടോളൂ. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇൻ ബ്രാക്കറ്റ് മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നിനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലൂടെയുള്ള സഹായതേട്ടം അതിലില്ല. അപ്പൊ രാത്രിയായി പകലുമായി, രാത്രി ഒറ്റക്കായാലും പകലൊറ്റക്കായാലും നടന്നു പോകുമ്പോ ജിന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ അതെന്തല്ല? സഹായത്തേട്ടമല്ല, അത് പ്രാർത്ഥനയല്ല, ശിർക്കുമല്ല. കൃത്യമായ വ്യതിചലനം, കൃത്യമായ വ്യതിചലനം. ഇനി കണ്ടോ, കഴിഞ്ഞിട്ടില്ല. ഇയാള് പറഞ്ഞു 2007 ഏപ്രിലിലെ ഇസ്ലാം എടുക്കണം. നമ്മൾ പറഞ്ഞു 2007 ഏപ്രിലിലെ ഇസ്ലാം മാത്രമാക്കണ്ട, നിങ്ങൾ എല്ലാ ഇസ്ലാമിലും അങ്ങനെയാ പറഞ്ഞത്. ഇത് കണ്ടോ നിങ്ങള്, ഇത് ജൂൺ 2009 ഇസ്ലാഹ് മാസിക. ഇതിലതാ ഒരു ചോദ്യം ഒരു പ്രവർത്തകൻ, മുജാഹിദ് പ്രവർത്തകൻ ചോദിച്ചതാണ്. എന്താ ചോദ്യം എന്നറിയോ? കേട്ടോളൂ. അവരുടെ പ്രവർത്തനമോ അവരുടെ രൂപമോ ഒന്നും തന്നെ മനുഷ്യന് കൃത്യമായി അറിയില്ല. അപ്പൊ ഇയാൾ ജബ്ബാർ മൗലവിന്റെ മറുപടിയാണ്, അറിയണമെന്ന് നമുക്ക് വാശിയില്ല. ശബാബിൽ പറഞ്ഞത് പ്രകാരം കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ചോദിച്ചാൽ അത് പ്രാർത്ഥനയാവുകയില്ലെന്ന് പറയാൻ അതൊന്നും അറിയണമെന്നില്ല. ഇനി കേട്ടോട്ടോ, 4ാമത്തെ ചോദ്യം. അവർ എങ്ങനെയാണ് സഹായിക്കുകയെന്ന് സാധാരണ മനുഷ്യന് അറിയില്ല. അതായത് ചോദിക്കാണ്, നമ്മളിപ്പോ ജിന്നിനോട് സഹായം തേടാന്നാണല്ലോ പറഞ്ഞത്, പക്ഷെ ജിന്നെ എങ്ങനെ സഹായിക്കുന്നു നമുക്കറിയില്ലല്ലോ. അപ്പൊ മറുപടി, അവരുടെ സഹായം എങ്ങനെയാണെന്ന് അറിയേണ്ട ആവശ്യം നമുക്കില്ല. എന്താ മറ്റു മൗലവിമാര് പറഞ്ഞത്? അത് നമ്മൾ അറിയണം, അറിയാതെ പോയാൽ ശിർക്കാണ്.